ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അതിനു വേണ്ടിയിട്ട് 3 ഗ്ലാസ് ബസ്മതി റൈസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക്. ഈ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഒരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത്, 5 പച്ചമുളക് നെടുകെ കീറിയത്, 1 പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി അല്ലി, 10 ഏലക്ക, 6-7 ഗ്രാമ്പു, 1 തക്കോലം, 2 പീസ് പട്ട. ചതയ്ക്കുന്ന ഒരു കല്ലെടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഈ 4 വെളുത്തുള്ളിയും ഏലക്കായും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചു കൊടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, തക്കോലം ഇതിട്ട് കൊടുക്കാം. ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ പകുതി സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന 4.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തത് കാരണമാണ് 4.5 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തിട്ട് നല്ലൊരു ടവൽ കൊണ്ട് ഇതങ്ങ് മൂടിയേക്കാം. അടപ്പ് വെച്ച് ഇത് മൂടി വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അരി ഉടയാണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഇത് മൂടി വെക്കും. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ രുചികരമായ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.